ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൊബൈൽ ലെജൻഡ്സ് 5v5 ആണ്. ഓക്കെ, ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നതാണ് ഗെയിം. എനിക്ക് എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അന്ന് അൺഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ അക്കൗണ്ട് തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കയറിയിരിക്കുകയാണ് ഗൈസ് കളിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ ഏത് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞാലും ഞാൻ കളിക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ 5 ദിവസം കളിക്കും. 5 ദിവസവും നമ്മൾ വീഡിയോ ഇടുകയും ചെയ്യും. അപ്പോൾ 5 വീഡിയോ, ഒരു ഗെയിമിൻ്റെ 5 വീഡിയോ വന്നിട്ട് ലാസ്റ്റ് ദിവസം നമ്മൾ അതിൻ്റെ റിവ്യൂ പറയും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഫസ്റ്റ് ഗെയിം എൻ്റെ ഇഷ്ടമാണ്. സോ അത് ഞാൻ മൊബൈൽ ലെജൻഡ്സ് ആണ് ചൂസ് ചെയ്തത്. കണ്ടല്ലോ, നമ്മൾ കുറേ നാൾ കൂടി കളിക്കുന്നതുകൊണ്ട് കുറച്ച് എന്താണ്ടൊക്കെ ക്ലെയിമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, സ്റ്റാർട്ട് ഗെയിം കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊടി പൂരാണ്. കുറച്ച് ടൈമുണ്ട്, ലൈക്ക് അത് ലോഡാവാനും കുറച്ച് സമയങ്ങളൊക്കെ. അതൊക്കെ ഇങ്ങനെ ഫോണിങ്ങനെ വൈബ്രേറ്റ് ആവും അവിടെ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് അങ്ങനെ കൊടുത്തങ്ങ് കയറിയാൽ മതി. ഓക്കെ, നമുക്ക് ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാനുള്ള ടൈമാണ്. ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഡയറോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഡയറോത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പോയി ഗായ്സ്. എനിക്ക് എന്താ അറിഞ്ഞൂടെ, ഭയങ്കര വിഷമമായി പോയി. ഡയറോത്ത് അടിപൊളിയായിരുന്നു. ഡയറോത്ത് പോയപ്പോൾ പിന്നെ കളിക്കാനുള്ളൊരു മൂഡ് അങ്ങോട്ട് പോയി. എന്നാലും ഞാൻ കളിച്ചു കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയില്ലാത്തതുകൊണ്ട് കളിച്ചു. പിന്നെ മിയ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ക്യാരക്ടറിനെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ. മിയ കളി തുടങ്ങുമ്പോഴത്തേക്കും കാണാം കേട്ടോ. ഞാൻ വേറെ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് പറയുക, കളി തുടങ്ങുമ്പോൾ കണ്ടോളൂ ഗൈസ് നിങ്ങൾ. KL നന്ദ എന്നാണ് എൻ്റെ, KL_നന്ദ അതാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് വന്നിട്ട്. നെയിം ചേഞ്ചിങ് കടക്ക് തീർന്നു. അടുത്ത ടൈമർ വരുന്നുണ്ട്. 5 4 3 2 1 ഗായ്സ്, ലെറ്റ്സ് ഗോ. കളി തുടങ്ങുകയാണ്. നമ്മുടെ ടീമേറ്റ്സ് ആണ് നിങ്ങളാ കാണുന്നത്. ഫസ്റ്റ് കിടക്കുന്നത് ഞാനാണ്, കണ്ടോ, അത് ഞാനാണ്. ബാക്കി കിടക്കുന്നതൊക്കെ നമ്മുടെ ടീംമേറ്റ്സ് ആണ്. തൊട്ട് താഴെ കാണിക്കുന്നത് നമ്മുടെ എല്ലാ എതിരാളികളാണ് കേട്ടോ. അർജൻറ്റീനയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് എല്ലാം ബോട്ടായിരിക്കും. ഞാനിപ്പം അത്യാവശ്യം ഒരു noob ലെവലിലാണ് ഇരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്ററാണ്. സോ ഞാൻ അത്യാവശ്യം നല്ല noob-ആണ്. മാത്രമല്ല മൊത്തം ബോട്ടാണ്, ഇതെല്ലാം ബോട്ടാണ്. ഒന്നും നോക്കണ്ട, ഒറ്റെണ്ണം പോലും ഇല്ല അറിയാവുന്നതും ശരിക്കും കളിക്കുന്ന ആൾക്കാരൊക്കെ ബോട്ടാണ്. എല്ലാം ബോട്ടാണ് എൻ്റെ കൂട്ടത്തിലുള്ളതൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏതാണ് എൻ്റെ ലൈൻ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ XP ലൈൻ ഉണ്ട്, ഗോൾഡ് ലൈൻ ഉണ്ട്, പിന്നെ മിഡ് ലൈൻ ഉണ്ട്, ജംഗിൾ കയറാം, അങ്ങനെയൊക്കെ. ഞാൻ നേരെ കയറിയത് EXP-ലേക്കായിരുന്നു. EXP ആണ് പണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഇങ്ങനെ ഈ കൊന്നത്തെങ്ങ് പോലെ നിൽക്കുന്നതാണ് ടർട്ട് കേട്ടോ. ആദ്യം തന്നെ കുറേ എനിമീസ് അങ്ങ് റഷ് ചെയ്ത് കയറി. അപ്പം ടീംമേറ്റ്സ് ആരും കൂടി ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അവരെയൊക്കെ പൊരുതി. അതിൻ്റേതെന്ന് നിങ്ങൾക്ക് കാണാം. കണ്ടല്ലോ, ഞാൻ ചത്തു ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. കണ്ടല്ലോ, അങ്ങനെ കളി വീണ്ടും തുടങ്ങുമായിരുന്നു. നമ്മുടെ മെയിൻ ടർട്ട് അതാണ്, ആ കാണുന്നതാണ്, ആ നീല കളറിലൊക്കെ നമ്മുടെ ടർട്ട്. അത് നമ്മൾ അടിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ നേരെ കയറിയത് മിഡായിരുന്നു. മിഡ് കയറിയപ്പോൾ നമ്മുടെ ഒരു ടീംമേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു എതിരാളി ഉണ്ടായിരുന്നു. അയാളെ കൊല്ലണമല്ലോ, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായുള്ള പോക്കാണ് ഗൈസ്. വിട്ടുപോയി അവിടെ നിന്ന്. ആരെങ്കിലും ഇനിയിപ്പോൾ പുറകെ വന്ന് അടിച്ചാലോ എന്ന് ഓർത്തിട്ടൊക്കെ വിട്ടുപോയി. മിയയുടെ പ്രത്യേകത നോക്കി, ആടി നടന്നു വരുമ്പോഴത്തേക്കും 1.5 മണിക്കൂർ പിടിക്കും. അതുകൊണ്ടാണ് മിയേനെ എനിക്ക് ഇഷ്ടേ അല്ലാത്തത് ഗൈസ്, അത് പറയാമല്ലോ. മിയ ഇങ്ങനെ ആടി ഓടി വരുമ്പോൾ പാടി തുള്ളി വരുമ്പോഴത്തേക്കും ഒരു നേരം പിടിക്കും. അങ്ങനെ കുറച്ച് പേരെയൊക്കെ നല്ലപോലെ അങ്ങ് അടിച്ചിടാൻ പറ്റി. 8 കില്ലെങ്ങാണ്ട് എടുത്തു. MVP ഒക്കെ ഉണ്ടാവും കേട്ടോ. ഏറ്റവും കൂടുതൽ കില്ലെടുത്ത ആളായിരിക്കും ആ ഒരു മാച്ചിലത്തെ MVP. കണ്ടോളൂ ഞാൻ MVP ആയോ ഇല്ലയോ എന്നൊക്കെ. സൈഡിൽ ആ പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റും. അതൊരു പവറാണ്. ഞാൻ അവിടെ കയറി റീഗണാണോ റീകോളാണോ ചെയ്തത്? റീഗണായിരുന്നു ചെയ്തത്. റീഗൺ ചെയ്ത് ഞാൻ വീണ്ടും ഹെൽത്തിയായി തിരിച്ചു വന്ന് നമ്മൾ ടർട്ട് അടിക്കുകയാണ്. ടർട്ട് ഞാനാണെന്ന് തോന്നുന്നു തീർത്തത്. ടർട്ട് ഞാൻ തീർത്തില്ല, ഇല്ല. അപ്പോഴത്തേക്കും ഞാൻ ചത്തത് ഗൈസ്. വേറെ ഒരു ടർട്ടാണ് ഞാൻ ഒറ്റക്കടിച്ചിട്ടത്. ടർട്ട് പൊളിക്കാനായിട്ടൊക്കെ ഒരു ഓപ്ഷനൊക്കെ അവർ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളി തുടങ്ങിയാൽ മതി. അപ്പോഴത്തേക്കും കളി എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ മിനിയൻസ് ഉണ്ട്. ഇതിനെക്കൊണ്ട് അധികമൊന്നും, ഒരു മിനിയണിന് മറ്റൊരു മിനിയണിനെ ചിലപ്പോൾ അടിച്ചിടാൻ പറ്റും. നമുക്കൊക്കെ ഈസിയായിട്ട് അടിച്ചിടാം മിനിയൻസിനൊക്കെ. ബട്ട് ആ കുഞ്ഞു മിനിയൻസ് ഉള്ളത് നല്ലതാണ്. ആ കുഞ്ഞു മിനിയൻസ് ആ ഒരു നേരം കൊണ്ട് ടർട്ടൊക്കെ ചിലപ്പോൾ അടിച്ചിടാനൊക്കെ നോക്കും. അത് നല്ലൊരു ഉപകാരമാണ്. എന്തായാലും പെട്ടെന്ന് അത് ചാവും. ഒറ്റക്ക് പിന്നെയാണ് ഒരു ടീമേറ്റ് കയറി വന്നത്. അതിനിടയ്ക്ക് അവിടെ വേറൊരു എതിരാളി ഉണ്ടായിരുന്നു. ടീമേറ്റ് വരുമ്പോൾ ഒരു ആശ്വാസം. ജംഗിൾ കയറുന്നവർ കണ്ടില്ലയോ, ആ കാണുന്ന ആനിമൽസിനെയൊക്കെയാണ് അടിച്ചിട്ടുണ്ടത്.
അപ്പോൾ ജംഗിൾ കയറുന്ന മറ്റൊരു എതിരാളിനെ നമ്മൾ അടിച്ചിടണം. അങ്ങനെയൊക്കെയാണ് ജംഗിളാക്കി തിരിവേറൊക്കെ കയറാറുള്ളൂ. 4 പാടും ടർട്ടായതുകൊണ്ട് എനിക്ക് എവിടെ തിരിഞ്ഞാലും ടർട്ടാണ് ഗൈസ്. അങ്ങനെ ഒരു എതിരാളി വന്നു, 2 പേര് വന്നു, ഞാൻ ഒറ്റക്ക്, ഞാൻ ചാവും തോന്നുന്നു സിറ്റുവേഷനിൽ. അപ്പോഴത്തേക്കൊരു ടീമേറ്റ് കയറി വന്നു ഗൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. 3 ആറ്റയാണ് എൻ്റെ കില്ല്, 3 പേരായിട്ട് ഞാൻ എടുത്തു. പിന്നെ ഇങ്ങനെ പിങ്ക് കളറിൽ എന്നെ കണ്ടു, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബഗ്ഗാണോ വല്ലതൊക്കെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് ശരിയായി കേട്ടോ. പിന്നെ അതാ നമ്മളും ടീമേറ്റിൻ്റെ പുറകെ പോവുകയാണ്. കാരണം നീഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഓക്കെ ഒന്നും പറയാറില്ല. കുറേ ആളുമ്പോൾ ഞാൻ കളിക്കുമെന്ന് പറഞ്ഞില്ല, അന്നേരം ഒരു നീഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഒരാൾ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ ഓക്കെ വിട്ട് എൻ്റെ കൂടെ കളിച്ചു. ഓക്കെ ഗൈസ്, ഒരു തുമ്മൽ വന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ടീമേറ്റ്സും കൂടി ഒരുമിച്ച് കയറി. അതിൻ്റെ ഇടക്ക് ഒരാൾക്ക് ജംഗിളായിരുന്നു, അതങ്ങോട്ട് പോയി. പിന്നെ വേറെ ഒരുത്തനായിരുന്നു, അവനെൻ്റെ കൂടെ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗേൾ ക്യാരക്ടറാണ്. പിന്നെ ഇങ്ങോട്ട് ഞാൻ ഒറ്റക്കായിരുന്നു ഗൈസ്. പിന്നെ ഇവൾ വരാനിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവിടെ ഞാൻ സ്തംഭിച്ചു പോയി, അവൾ വരണ വരെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ക്ലിൻറ്റ് വന്ന്, ഞാനവിടെ റീഗൺ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വന്ന് ക്ലിൻറ്റ് വന്ന് അലമ്പുണ്ടാക്കി. അങ്ങനെ ക്ലിൻറ്റിനെയൊക്കെ അടിച്ചിടാനുള്ള പുറപ്പാടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും പുല്ലിൻ്റെ ഇടയിൽ കയറി നിന്ന് റീഗൺ ചെയ്യാൻ നോക്കി. ബട്ട് റീകോളാണ് ആയതെന്ന് തോന്നുന്നു, റീകോളാണ് ആയത്. വീണ്ടും എനിക്ക് അടി കിട്ടി. അപ്പം ഞാൻ റീകോളാവും ഗൈസ്, കണ്ടോ ഇപ്പം ചത്തു. അങ്ങനെ ഞാൻ റീഗൺ ആയെന്ന് തോന്നുന്നു. റീഗൺ ആവാൻ പറ്റിയില്ല, അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് എനിക്ക് അടി കിട്ടിയത് ഗൈസ്. അങ്ങനെ എന്താ നമുക്ക് ഇങ്ങനെയൊക്കെ തിരിച്ച് അവിടെ ഇവിടെയൊക്കെ എന്താ നടക്കുന്നതൊക്കെ കാണാം. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് റീകോളായിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും ആരെങ്കിലുമൊക്കെ എടുക്കാനുള്ള പുറപ്പാടിൽ പോവുകയാണ്. മെയിൻ ഡയറക്റ്റ് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, മെയിൻ ഡയറക്റ്റിനൊന്നും എടുക്കാൻ ആരും വന്നില്ല. അത്യാവശ്യം ഒരു 2 ടീമേറ്റ്സ് എൻ്റെ കൂടെ വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങ് കയറി അങ്ങോട്ട് അടിക്കാൻ നോക്കി. ബട്ട് അവിടെ വലിയ എനിമീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുഞ്ഞു കുഞ്ഞു മിനിയൻസ് ആയിരുന്നു, അതിനെയൊക്കെ ആർക്കും അടിച്ചിടാൻ പറ്റും. ഗോഡിന് ഇതിനിടയ്ക്ക് ഞാൻ കാണുമെന്ന് തോന്നുന്നു, ഗോഡ് ബട്ട് വലിയ സാധാരണ ഗോഡ് അറ്റാക്ക് ചെയ്യുക, അതൊരു ഗോഡായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതൊരു ഗോഡല്ല കേട്ടോ ഗൈസ്, ഇത് ഗോഡാന്ന് വിചാരിച്ച് ഞാൻ പോയി അടിക്കുന്നുണ്ട്. അത് ഇപ്പോഴാണോ എന്ന് പറഞ്ഞുകൂടെ, എപ്പോഴോ ഞാൻ പോയി അടിക്കുന്നുണ്ട് ഗോഡാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ചത്തു. ഈ ക്ലിൻറ്റ് അടിപൊളിയാകും കേട്ടോ. ക്ലിൻറ്റിനിട്ട് കളിക്കണ ഒരു പ്രത്യേക പ്രാക്ടീസ് വേണം. മാത്രമല്ല ക്ലിൻറ്റിനിട്ട് കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലിൻറ്റിനെ മാറ്റത്തില്ല. ഞാൻ കളിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ക്ലിൻറ്റ്, ശരിക്കും ക്ലിൻറ്റ് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളിക്കാൻ നോക്കിയപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല, എനിക്ക് അതിൻ്റെ കൺട്രോൾസ് ഒന്നും കിട്ടുന്നില്ല. പഠിച്ച ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ എനിമീസിനെ എല്ലാവരും നമ്മളായിരിക്കും എടുക്കുന്നത്. MVP അടിക്കുക ഉറപ്പാണ്. പ്രാക്ടീസോടുകൂടി നമ്മൾ ക്ലിൻറ്റിനിട്ട് കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും MVP അടിക്കും. അടുത്ത മാച്ചിൽ നിങ്ങൾ പറയുന്ന ക്യാരക്ടേഴ്സിനെ വേണമെങ്കിൽ ഞാൻ ഇട്ട് കളിക്കാം ഗൈസ്, ഉള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ പറയാൻ നോക്കാം. മാച്ചിലോട്ട് കയറുന്ന ടൈമിൽ എൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. സൈഡിൽ ഫ്രീ എന്നും പറഞ്ഞ് എഴുതിയിട്ടുള്ളതൊക്കെ വെറുതെയാണ് കേട്ടോ, ഞാൻ ഞെക്കി നോക്കിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്, അതൊക്കെ നോക്കിയിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ പേടിക്കേ വേണ്ട, എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണമൊക്കെ. അങ്ങനെ നമ്മൾ കളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, അങ്ങനെ കളിക്കുകയാണ് ഗൈസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊടുത്തൊക്കെ നമ്മൾ കളിക്കുകയാണ്. ഇതിൽ കാണാനേ ഉള്ളൂ, ഇനി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഗോഡാന്ന് വിചാരിച്ച് ഞാൻ പോയി അടിക്കും കേട്ടോ, കണ്ടോ. ബട്ട് അത് ഗോഡല്ല, ഗോഡിനെയൊക്കെ അടിക്കണമെങ്കിൽ അത്യാവശ്യം കുറേ പേരുണ്ട്. ഇത് ഗോഡല്ല, ഗോഡ് നേരെ നിൽക്കും, ഇതിന് 4 കാലൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചത്തു ഗൈസ്. കുറേ പ്രാവശ്യം റീകോളായി വരുന്നുണ്ട് കേട്ടോ, കുറേ 3, 4, 5 പ്രാവശ്യത്തോളം ഞാൻ റീകോളായി വന്നു. എന്നാലും നമ്മൾ അടിച്ചിടുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ കളി കണ്ടോളൂ നിങ്ങൾ. കൊണ്ടും കൊടുത്തും വീണ്ടും കളിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചാടി കയറി വന്ന് നമ്മളങ്ങനെ അഡിക്റ്റഡ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ അഡിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നിർത്തി പോകാനൊക്കെ തോന്നും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ഫോണിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് ചെയ്തു. പിന്നെ കുറേ നാൾ കൂടി ഇപ്പോഴാണ് കളിക്കുന്നത്. കണ്ടില്ലോ, ക്ലിൻറ്റ് സീന്. എന്നെ ഏറ്റവും കൂടുതൽ അടിച്ചിട്ടേക്കുന്ന ക്ലിൻറ്റാണ്. ഞാനിപ്പോൾ തീരും. കാരണം എല്ലാവരും കൂടി അങ്ങോട്ടാണ് കയറണേ, എൻ്റെ നെഞ്ചത്തോട്ടാണ് എല്ലാം കൂടി കയറുന്നത്. കുറച്ച് ഹെൽത്ത് വെച്ച് ഞാൻ പോവുകയാണേ, അങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടെ, ഇപ്പോൾ ചാവും ഞാൻ. മനസ്സിലായി. ഞാൻ റീഗൺ ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും വീണ്ടും എനിമീസ് വന്ന് എന്നെ അടിച്ചിട്ടു. അപ്പം ഞാൻ വീണ്ടും കളിച്ചു, പിന്നെ കുറച്ച് റീഗൺ ചെയ്തു.
കുറച്ചേ കയറിയുള്ളൂ ഹെൽത്ത്. അപ്പോഴത്തേക്കും ഓരോ ആൾക്കാരിങ്ങനെ ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്ത് ചെയ്യാനാ. ഓക്കെ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ റീഗണൊക്കെ ചെയ്ത് ഹെൽത്തൊക്കെ കൂട്ടി നമ്മൾ മിനിയൻസാണ് കൂടെ. ഒറ്റൊരു ഡീമേജ് ഇല്ല, വല്ല കാലത്തൊരു ഡീമേജ് വരും, അതും മായാജാലമാണ് ഗൈസ്. ഞാൻ ഇതുങ്ങളൊക്കെ ഒറ്റക്ക് അടിച്ചിടുമായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ചാവുന്നുണ്ട് കേട്ടോ ഗൈസ്. അതാണ് 8 കില്ലൊക്കെ കിട്ടിയത്. ടീംമേറ്റ്സൊക്കെ ഞാൻ പകുതിയോളം ഹെൽത്ത് എടുത്ത് കഴിയുമ്പോൾ ടീംമേറ്റ്സൊക്കെ കയറി വന്നത്. എളുപ്പമായല്ലോ, ബാക്കി ക്രെഡിറ്റ് അവർക്ക് എടുക്കാമല്ലോ. ടീംമേറ്റ്സൊക്കെ പകുതി വെച്ച് കയറി വന്നത്. എന്നാൽ എനിക്കത് കുഴപ്പമില്ല, 2-3 മിനിയൻസ് ഉണ്ടെങ്കിലും എനിക്ക് കുശാലായി. അല്ല ഇപ്പം എന്താ പറയുക, മിനിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം പവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ടർട്ട് പൊളിക്കാനുള്ള പുറപ്പാടിലായിരുന്നു, ബട്ട് ഒത്തില്ല ഗൈസ് അങ്ങോട്ട്. അപ്പോഴത്തേക്കും ചത്തു ഗൈസ്. ടർട്ട് അറ്റാക്ക് ചെയ്യും കേട്ടോ. ടർട്ട് റെഡ് സോൺ ആണെന്നുണ്ടെങ്കിൽ അത് ടർട്ട് അറ്റാക്ക് ചെയ്യും. ഗ്രീൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിയൻസിന് അധികം കയറ്റി വിടണം ടർട്ടിൻ്റെ ഉള്ളിലേക്ക്. ആ ഒരു റൗണ്ടിലേക്ക് മിനിയൻസിനെ കയറ്റി വിട്ടിട്ടാണ് നമ്മൾ കയറുന്നതെന്നുണ്ടെങ്കിൽ ടർട്ടിൽ ചുറ്റിന് ഗ്രീൻ കളർ കാണിക്കും. പിന്നെ നമുക്ക് ടർട്ടിന് അടിച്ചിടാൻ പറ്റും. അങ്ങനെ ഞാൻ മെയിൻ ടർട്ട് കളി തീരുന്നില്ലല്ലോ, മെയിൻ ടർട്ട് പൊളിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടായിരുന്നു. 10 മിനിറ്റിൽ വീഡിയോ തീർക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും 17 മിനിറ്റോളം പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ നേരെ പോവുക, ടർട്ട് പൊളിക്കുക, കളി ജയിക്കുക, അങ്ങനെ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞ് പോയതായിരുന്നു ഗൈസ്. ബട്ട് വീണ്ടും ഒത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണങ്ങൾ കയറി വന്ന് നമ്മളെ അടിച്ചിടുകയാണ് ഒക്കെ കൂടി. അവരൊക്കെ ടീംമേറ്റ്സിൻ്റെ കൂടെ വരുന്നത്, എൻ്റെ ടീംമേറ്റൊക്കെ ഉണ്ട്. വല്ല കാലത്ത് ഒരെണ്ണം വരണമാണെങ്കിലോ ഒരു 1-1.5 വരലായിരിക്കും. പിന്നെ നമ്മൾ പകുതിയോടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടി അവരെടുത്തോണ്ട് പോകും. അതിനേക്കാളും നല്ല ടീമേറ്റ്സ് വരാത്ത തന്നെയാണ്. കണ്ടു, ഇവരുടെയൊക്കെ 3-4 ടർട്ടോളം നമ്മൾ പൊളിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി പൊളിക്കാനുള്ള പുറപ്പാടാണ്. ഞാൻ പോണ വഴി ഒരു ടർട്ട് കണ്ടപ്പോൾ പൊളിക്കാമെന്ന് വിചാരിച്ചു, അത്ര തന്നെ. ഓക്കെ, ഞാൻ ടർട്ട് പൊളിച്ച് ഗൈസ്. ടർട്ട് പൊളിക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ള ഒരാൾ മിനിയൻസ് കയറി ടർട്ടിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ടർട്ട് തിരിച്ച് മിനിയൻസിനെ അറ്റാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. ഞാൻ ടർട്ട് പൊളിക്കും. അങ്ങനെ മെയിൻ ടർട്ട് പൊളിക്കാനുള്ള പുറപ്പാടിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നൈസായിട്ടൊന്ന് ചത്തിട്ടുണ്ട്. റീകോൾ ആകും ഗൈസ്, പേടിക്കണ്ട. അങ്ങനെ റീകോൾ ആകായ്മ ഒന്നുമില്ല. ഇപ്രാവശ്യം ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞ് പോവായിരുന്നു. ഇനിയിപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇതുമില്ല, നേരെ പോവുക. ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ടർട്ട് പൊളിക്കുക, കളി ജയിക്കുക, അത്ര തന്നെ എന്ന് പറഞ്ഞ് ഒറ്റ മൈൻഡിൽ ഞാൻ പോയതാണ്. ഇപ്രാവശ്യം വിട്ട് കൊടുക്കത്തേ ഇല്ല, വിട്ട് കൊടുക്കില്ല, മുട്ടുമടക്കില്ല, കട്ടക്ക് പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പോയതായിരുന്നു ഗൈസ്. അതിൻ്റെ കടി കിട്ടുമോ ഓർമ്മയില്ല ഗൈസ്. ഞാൻ വേറെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, അന്നേരം പറഞ്ഞതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വേറെ പറയുന്നതാണ്. എനിക്കതാണ് ഇഷ്ടം ഗൈസ്. ഉണ്ട് ഇവളുടെ ഈ നടത്തമാണ് എനിക്ക് തീരെ പിടിക്കാറ്. നമ്മൾ ഒരു ടർട്ട് പൊളിച്ചു നോക്കിക്കോ ഗൈസ്, നിങ്ങൾ എണ്ണിക്കോളൂ. ഇവന്മാരെയൊക്കെ എടുത്ത് വരുമ്പോൾ കണ്ടോ, എനിക്ക് ഒറ്റ ടീമേഴ്സ് ഇല്ല, 3-4 കുഞ്ഞു മിനിയൻസാണ്. അത് കുഞ്ഞാണ്, അത് ഓർക്കണം. അതിനിടയ്ക്ക് കുറേ എണ്ണങ്ങൾ കയറി വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ടർട്ട് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ടർട്ട് നമ്മൾ പൊളിച്ച്. മെയിൻ ടർട്ട് മാത്രമേ പിന്നെ പൊളിക്കാനുണ്ടായിരുന്നുള്ളൂ. കണ്ടോ, അവരുടെ എല്ലാ ടർട്ടും നമ്മൾ പൊളിച്ചു. ബട്ട് നമ്മളുടെ ടർട്ടിൽ ഒരെണ്ണം വെച്ച് അവർ പൊളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ നേരെ കയറി അങ്ങനെ ഞാനാണ് ടർട്ട് പൊളിച്ചത് ഗൈസ്, വേറെ ആരുമല്ല, നമ്മൾ തന്നെ ടർട്ട് പൊളിച്ചു. നമ്മളുടെ കളി അടിപൊളിയാണ് ഗൈസ്, നമ്മൾ സീനാണെന്ന് അറിയാമല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വിക്ടറി അടിച്ചു. ബട്ട് MVP ഒന്നും അടിക്കാൻ പറ്റിയില്ല, മാസ്റ്ററാണ്. കണ്ടല്ലോ, ഇല്ലാത്തൊരു സ്റ്റാറും കൂടി തെളിഞ്ഞ് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി ഗൈസ്. KL നന്ദ നോബിൽ നിന്ന് പ്രോയിലേക്കുള്ളൊരു പോക്കാണിതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ല സമയമെടുക്കും. പിന്നെ ആ ക്ലിൻറ്റിന് ഞാനൊരു ലൈക്കും ഹേർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയാണ്. ക്ലിൻറ്റ് എന്ന് വെച്ചാൽ ക്ലിൻറ്റിനിട്ട് കളിക്കുന്ന ആളും ക്ലിൻറ്റും അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ബാക്ക് ടു ലോബി കൊടുത്ത് ഞാനങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാച്ച് എന്ന് പറയാനായിട്ട്. കളിയൊക്കെ കളിക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഇടയ്ക്ക് അവർ വീണ്ടും കളിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. കളിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. സോ നമ്മുടെ ഇന്നത്തെ കളി ഇത്രയേ ഉള്ളൂ. ബൈ. ഏത് കളിയാണ് കളിക്കേണ്ടത് പറയണേ.